അന്ന് ആദ്യമായിട്ട് ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് സാക്ഷാൽ MS പ്രസാദ് എന്ന മനുഷ്യൻ എനിക്ക് എന്റെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു മന്ത്രം പറഞ്ഞു തന്നു. പണം ഉണ്ടാക്കണമെങ്കിൽ കേവലം നമ്മൾ വെറുതെ പണിയെടുത്താൽ പോരാ, ഇങ്ങനെ കഠിനമായി പണിയെടുത്താൽ പോരാ. 8 മണിക്കൂർ ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് പോകുന്ന രീതിയല്ല, അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്ത് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന രീതിയല്ല പണം ഉണ്ടാക്കാനുള്ള മാർഗം. പണം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വർക്കിംഗ് അവർ മൾട്ടിപ്ലൈ ചെയ്യണം, നമ്മുടെ പ്രവർത്തന സമയം ഇരട്ടിപ്പിക്കണം, എന്നാൽ മാത്രമേ പണം ഉണ്ടാവുകയുള്ളൂ. ഇതെനിക്ക് മനസ്സിലായത് അന്നാണ് ആ പ്രോഗ്രാം. ഒരു കോളേജിൽ നിന്നും ഒരു സ്കൂളിൽ നിന്നും എന്നെ ഇത് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ചിന്തിച്ചു ഇത് പറയുന്നത് ശരിയാണോ? ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ശരിയാണെന്ന് അന്ന് വൈകുന്നേരം, ആ പ്രോഗ്രാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് വന്ന് ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ചിന്തിച്ചു പോയി. എന്റെ അച്ഛൻ കഠിനാധ്വാനം ചെയ്തൊരു മനുഷ്യനായിരുന്നു. എന്റെ അച്ഛൻ ഇപ്പോൾ ഇല്ല, ജീവിച്ചിരിക്കില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. ഞങ്ങളൊരു ഫോറസ്റ്റ് ഏരിയയിലാണ്, ചെറിയ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ കൃഷി പരിപാടികളൊക്കെ അച്ഛനുണ്ട്. 10-23 വീടുകൾക്കായിട്ടൊരു ചെറിയ കട അച്ഛനായിട്ടുണ്ട്. അത് അച്ഛനാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ കൃഷി പരിപാടികൾ അച്ഛനാണ് കൈകാര്യം ചെയ്യുന്നത്. വളർത്താൻ എളുപ്പമുള്ളവർ വീട്ടിൽ ആട് പശുവൊക്കെ ഉണ്ട്, ഇതെല്ലാം അച്ഛനാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ അച്ഛനെ നമ്മൾ എപ്പോൾ നോക്കിയാലും പണിയെടുക്കുന്ന അച്ഛനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അച്ഛൻ എന്തെങ്കിലും കൃഷി പരിപാടികൾ ചെയ്യുന്നുണ്ടാകും. രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ പോകുമ്പോ ഏറ്റവും ചുരുങ്ങിയാൽ എന്റെ അച്ഛൻ കൊട്ടടക്ക പൊതിക്കുന്നുണ്ടാകും. കൊട്ടടക്ക അറിയില്ലേ? കൊട്ടടക്ക അത് കോഴിക്കോട് തെളിയൊന്നുമല്ലല്ലോ അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? കൊട്ടടക്ക പൊതിച്ചുകൊണ്ടിരിക്കും ഈ അച്ഛൻ. പണിയെടുക്കുന്ന അച്ഛനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അച്ഛന് പ്രത്യേകിച്ച് ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും മൂത്ത 2 സഹോദരിമാരെ കെട്ടിച്ചയക്കുമ്പോഴേക്കും അച്ഛന്റെ കാശൊക്കെ തീർന്നു. ഞങ്ങളെല്ലാം പിന്നെ ജീവിച്ചത് പാപ്പരാസികളായിട്ടാണ്. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ പോലും ഇല്ല KK ഗ്രൂപ്പിന്റെ ഉടമകളുടെ വീട്ടിലേക്ക്. KK ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരാണ്. എന്റെ അച്ഛന്റെ അതേ സാഹചര്യത്തിലുള്ള അതേ നാട്ടിലുള്ള ഒരാൾ കോടികൾ സമ്പാദിച്ചിരിക്കുന്നു. ഞാൻ ചിന്തിച്ചു, ഈ പ്രോഗ്രാമിൽ പറഞ്ഞത് ശരിയില്ലേ? കാരണം അച്ഛനും KK ഗ്രൂപ്പിന്റെ ഉടമകളും തമ്മിൽ എന്താണ് വ്യത്യാസം? KK ഗ്രൂപ്പിന്റെ ഉടമകൾ ഒറ്റയ്ക്കല്ല പണിയെടുക്കുന്നത്, അവർക്കൊരു ടീമുണ്ട്. 6000 അല്ലെങ്കിൽ 7000 വരുന്ന ജീവനക്കാരും തൊഴിലാളികളൊക്കെ ആയിട്ടുള്ള ഒരു ടീമിനോടൊപ്പമാണ് അവർ ജോലി ചെയ്യുന്നത്. എന്റെ അച്ഛന് ടീമില്ല, അതാണ് വ്യത്യാസം. എന്റെ അച്ഛന് ടീമുണ്ട്. ഞങ്ങൾ 5 മക്കളുടെ ടീം, 5 നഷ്ടം ഉണ്ടാക്കുന്ന ടീമാണ്. ഇതാണ് വ്യത്യാസം. അപ്പൊ ഞാൻ മനസ്സിലാക്കി, എന്റെ അച്ഛൻ ടീമില്ലാതെ പണിയെടുത്തു, കഠിനാധ്വാനം ചെയ്തു, പക്ഷെ ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാൻ കഴിയില്ല. തൊട്ടയൽപ്പക്കത്ത് ഒരാൾ ടീമിനോടൊപ്പം പണിയെടുത്തു, ജീവിതത്തിൽ കോടികൾ സമ്പാദിച്ചു. എനിക്കും അതുപോലെ ആകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ കടങ്ങളും ബാധ്യതകളും തീർക്കണം, അതോടൊപ്പം എനിക്ക് സ്വപ്നങ്ങൾ നേടിയെടുക്കണം. ഈ ജീവിതം കടം മാത്രം തീർക്കാനുള്ളതല്ല. മൈ ലൈഫ് സ്റ്റൈലിനോടൊപ്പം സഞ്ചരിച്ചാൽ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ കഴിയും എന്ന വിശ്വാസം എന്നിലുണ്ടായി. ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്തു. ഈ ബിസിനസ് കൂടുതൽ ശക്തമായി ചെയ്യാൻ തീരുമാനിച്ചു. ഈ ബിസിനസ് ആദ്യകാലത്ത് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ട് എന്ന് അതിനെ പറയാൻ പറ്റില്ല, കാരണം ഞാൻ പറയുന്നത് ആളുകൾ സ്വീകരിക്കുമായിരുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് പറയാണ്, മൈ ലൈഫ് സ്റ്റൈൽ അടിപൊളിയാണ്, പ്രോഡക്റ്റ് അടിപൊളിയാണ്, പിന്നെ ആഴ്ച വരുമാനം കിട്ടും, ആഴ്ചയിൽ 2,10,000 കിട്ടുമെന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, കൊള്ളാം, അടിപൊളി ബിസിനസ്സാണ്, പക്ഷേ നീ എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മാലയുണ്ടല്ലോ അത് ആദ്യം ഇങ്ങോട്ട് താ, എന്നിട്ട് നിന്റെ ബിസിനസ് പറ എന്ന് പറയും. എന്റെ ഒരു കുടുംബക്കാരന്റെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരും പറയുന്നത് ഇങ്ങനെ, നീ കഴിഞ്ഞ മാസം വാങ്ങിച്ച 50,000 ഇവിടെ വെക്കുക, എന്നിട്ട് നീ ബിസിനസിനെ കുറിച്ച് പറ. ഇങ്ങനെ പറയാൻ തുടങ്ങും. മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്കിത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ എന്റെ നാട്ടിൽ നിന്നും അല്പം മാറി നിന്ന് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ടൊക്കെ എന്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നോട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എന്നോടൊപ്പം പഠിച്ച എന്റെ പ്രധാനപ്പെട്ട സുഹൃത്ത് എന്ന് പറയുന്നത് 8ാം ക്ലാസ് മുതൽ എന്നോടൊപ്പം പഠിച്ച സുഹൃത്ത്, പേര് ഷൈജു എന്നാണ്. അവൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, ഞാൻ എന്ത് പറഞ്ഞാലും അവനും കേൾക്കും. അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു, ഷൈജു, നമ്മളിനി പണിക്കൊന്നും പോകണ്ട, നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ, നമുക്ക് അടിപൊളിയായിട്ട് മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ ഷൈജു എന്നോട് പറഞ്ഞത്, ഈ ബിസിനസ് അടിപൊളിയായിരിക്കും, പക്ഷെ നീ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി. ഇങ്ങനെ ഒരുപാട് തിരിച്ചടികൾ എനിക്ക് തുടക്കത്തിലുണ്ടായിരുന്നു. ആ തിരിച്ചടികളൊന്നും എനിക്കിപ്പോ മനസ്സിലായത്, ആ തിരിച്ചടികളൊന്നും മൈ ലൈഫ് സ്റ്റൈലിന്റെ കുഴപ്പമുണ്ടായിരുന്നില്ല. ആ തിരിച്ചടികൾ ഉണ്ടായത് എന്റെ പൂർവ്വകാല ജീവിതത്തിന്റെ കുഴപ്പമുണ്ടായിരുന്നു. അതൊരിക്കലും മൈ ലൈഫ് സ്റ്റൈലിന്റെ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് എനിക്കിന്ന് ബോധ്യപ്പെടുന്നു. ഞാൻ അന്നത് നിരാശനായി പോയിരുന്നെങ്കിൽ, അത് തിരിച്ചറിയാതെ നിരാശനായി മടങ്ങിപ്പോയിരുന്നെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് നിങ്ങളോടൊപ്പം ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇപ്പൊ ഞാൻ വളരെ ഗൗരവത്തോടുകൂടി ഓർക്കുകയാണ്. പക്ഷെ ഞാൻ നിരാശനായി പോകാതിരിക്കാനുള്ള കാരണം ഇതുപോലുള്ള നിരവധി പ്രോഗ്രാമുകളാണ്. ഓരോ പ്രോഗ്രാമിലും ഓരോ വ്യക്തികളെ കാണും, പരിചയപ്പെടും. ഇന്ന് നമുക്കൊരു ബ്രാൻഡ് ന്യൂ നാഷണൽ ടീം കോർഡിനേറ്ററെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഞാനിപ്പോൾ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം വന്ന വഴി ഇന്ന് നമുക്ക് മനസ്സിലായി. ഒത്തിരി ലീഡേഴ്സ് പുതിയ അനുഭവങ്ങൾ പറഞ്ഞു, പങ്കുവച്ചു. അപ്പോ നമുക്ക് പുതിയ ഒരുപാട് വ്യക്തികളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും അതേപോലുള്ള ആളുകളായിരിക്കും, അവർക്ക് ഇന്നൊരു പ്രചോദനം കിട്ടിയിട്ടുണ്ടാകും. ഇതുപോലെ ഞാൻ നിരവധി പ്രോഗ്രാമുകളിൽ പോയപ്പോ
വലിയ വലിയ വ്യക്തികളെ കാണാനും പരിചയപ്പെടാനും പറ്റി. എനിക്ക് മനസ്സിലായി, നിരാശപ്പെടാതെ തുടർച്ചയായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കൊരു ടീം ബിൽഡ് ചെയ്യാൻ കഴിയും, നമ്മളാകുന്ന ഒരു മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. അങ്ങനെ തുടർച്ചയായി പ്രവർത്തിച്ചതിന്റെ ഫലമായി ആദ്യമൊക്കെ 1000, 2000, 5000 ഒക്കെ വരുമാനം ആഴ്ചയിൽ കിട്ടും. 5000 ഒക്കെ ആഴ്ചയിൽ കിട്ടിയാൽ ഇത് പിന്നെ കുറച്ച് 3-6 ആഴ്ചത്തേക്ക് ചിലപ്പോൾ ഒന്നും കിട്ടിയെന്ന് വരില്ല. ലീഡർമാരെന്നെ സമാശ്വസിപ്പിക്കും, ഇത് ശമ്പളമായിട്ട് കിട്ടുന്ന പോലെ എല്ലാ ആഴ്ചയിലും കിട്ടുന്നതല്ല, നമ്മൾ ബിസിനസ്സാണ് ചെയ്യുന്നത്, ടേൺ ഓവർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വരുമാനം കിട്ടും. അതുകൊണ്ട് തുടർച്ചയായി പ്രവർത്തിക്കുക, നെറ്റ്വർക്ക് വലുതാക്കുക, നമ്മളോടൊപ്പമുള്ള ടീമിനെ വലുതാക്കുക എന്ന് ലീഡർമാരെന്നെ സമാശ്വസിപ്പിക്കും. അങ്ങനെ അപ്പോൾ കിട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പപ്പോൾ വരുമാനം കിട്ടും, അപ്പപ്പോൾ കൂലി കിട്ടും, അല്ലെങ്കിൽ അപ്പപ്പോൾ ശമ്പളം കിട്ടും. പക്ഷെ ഇവിടെ നെറ്റ്വർക്ക് വലുതാകുമ്പോൾ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ. അത് മനസ്സിലാക്കി കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിച്ചു. പതുക്കെ പതുക്കെ എന്റെ വരുമാനം 25,000, 50,000 ഒക്കെ ആയി മാറാൻ തുടങ്ങി ആഴ്ചയിൽ. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ കാർ ഒരു i20 കാർ വാങ്ങിച്ചു. അതാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിച്ച കാർ. ഈ കാർ എന്നൊക്കെ പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ മാത്രമല്ല, എന്റെ കുടുംബത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ കാറായിരിക്കും. ഈ കാറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കഷ്ടപ്പെട്ട് എന്റെ വീട്ടിലോട്ട് ഈ കാർ ഒന്ന് കയറ്റി നിർത്തി. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതുവരെ എന്റെ വീട്ടിലോട്ട് ഒരു കാറൊന്നും കയറിയിട്ടില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് എന്റെ വീട്ടിലോട്ട് കാറ് കയറ്റി വെച്ചത്. വീട്ടിലോട്ട് കാറ് കയറ്റി വെച്ചിട്ട് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്റെ അമ്മ ഇതൊന്ന് കാണിക്കണം എന്നുള്ളതായിരുന്നു. ഞാൻ ഈ കാറ് മുറ്റത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് സിനിമാ സ്റ്റൈലിൽ കാറിൽ ഒരു ഡോർ ഇങ്ങനെ തുറന്നിട്ട് ഞാൻ ഒരു കാറിലും ഒരു കാലം മുറ്റത്തും വെച്ചിട്ട് ഇങ്ങനെ വപ്പാലിരിക്കുന്ന പോലെ തൂങ്ങിയിട്ട് ഞാൻ അത്രയില്ല എന്നുള്ള ഞാൻ വിളിച്ചു, അമ്മേ എന്ന് വിളിച്ചു. അമ്മ പുറത്തേക്ക് വന്നിട്ട് നോക്കുമ്പോ മുറ്റത്തൊരു കാറ്, പിന്നെ ഞാൻ എന്നെ നോക്കി കാറ് നോക്കി, എന്നെ നോക്കി കാറ് നോക്കി. അമ്മ ഒരൊറ്റ ഡയലോഗാണ്, എന്റെ ചങ്ക് കഴിഞ്ഞു പോയി, ഇത് സോമന്റെയോ പ്രസാദിന്റെയോ കാറായിരിക്കും. അമ്മ പറഞ്ഞ ഡയലോഗാണ്. ഇവർ രണ്ടുപേരും അപ്ലയൻസ് ആണ്, അവരുടെ കാറായിരിക്കും, അല്ലാതെ നീ വാങ്ങിച്ച കാറൊന്നും ആയിരിക്കില്ല എന്ന് അമ്മ പറയാൻ തുടങ്ങി. കാരണം എന്റെ അമ്മ ഒരു പാവം പിടിച്ച അമ്മയാണ്. ഞാൻ ആ സമയത്ത് പോലും എനിക്ക് കടവും ബാധ്യതയൊക്കെ ഉണ്ട്. ആ സമയത്ത് പോലും അങ്ങനെ ഒരു കാറ് വാങ്ങുമെന്ന് അവർക്ക് ഒരു വിശ്വാസവും ഇല്ല. അപ്പോ ജീവിതത്തിൽ ഒരു മകൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് കടവും ബാധ്യതയൊക്കെ നിന്ന് കരകയറാനായിട്ട് വീട് കയറി ഇറങ്ങുന്നു, പലരെയും കണ്ട് ബിസിനസ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്നു. അവൻ ജീവിതത്തിൽ രക്ഷപ്പെടുമോ, അവൻ ജീവിതത്തിൽ അവന്റെ കടമെങ്കിലും തീർക്കാൻ കഴിയുമോ എന്ന് മാത്രമേ എന്റെ അമ്മ സ്വപ്നം കണ്ടിരുന്നുള്ളൂ. ഒരിക്കലും ഞാനൊരു കാറൊക്കെ വാങ്ങുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഒരുപാട് കാലം കഴിഞ്ഞാണ്, ഒരുപക്ഷെ 2 മാസമൊക്കെ കഴിഞ്ഞാണ് ഇത് എന്റെ കാറ് തന്നെയാണെന്ന് അമ്മയ്ക്ക് വിശ്വാസം വന്നത്. അതിനുശേഷമൊക്കെയാണ് ആ കാറിൽ അമ്മ സഞ്ചരിക്കാനൊക്കെ തുടങ്ങിയത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചില നേട്ടങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ മാത്രം സന്തോഷമോ നമ്മുടെ മാത്രം നേട്ടമോ ആയി മാറുകയല്ല ചെയ്യുന്നത്. അത് നമ്മുടെ കുടുംബത്തിലെയും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെയും ശരിക്കും സന്തോഷത്തിനും ആത്മനിർവൃതിക്കും കാരണമാകുമെന്നുള്ളതാണ്. അങ്ങനെ കഠിനാധ്വാനം ചെയ്യാൻ റെഡിയായപ്പോൾ എന്റെ വരുമാനം വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി. എന്നെ പോലെ ഒരു സാധാരണക്കാരൻ, എന്നെ പോലെ ഒരു കടവും ബാധ്യതയൊക്കെ ഉള്ള ഒരാൾ ഒരു കാർ വാങ്ങിച്ചു എന്ന് മനസ്സിലായപ്പോ എന്നോടൊപ്പമുള്ള വ്യക്തികളും അവർക്കും ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയും എന്ന വിശ്വാസത്തോടു കൂടി അവരും ശക്തമായിട്ട് പ്രവർത്തിച്ചു. എന്റെ ടീം കേരളത്തിനകത്തും പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങി. വരുമാനം പതുക്കെ പതുക്കെ വർദ്ധിച്ചു. കമ്പനിയുടെ 230ാമത്തെ വീക്കിൽ ഇവിടെ നിങ്ങൾ നേരത്തെ കേട്ട 2,10,000 എന്ന മാജിക്കൽ ഫിഗർ എന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി. അപ്പൊ ആ തുകയൊക്കെ വന്നപ്പോ ഒരുപാട് ആത്മവിശ്വാസം വർദ്ധിച്ചു. ഇതൊക്കെ നമുക്കും കിട്ടും എന്ന വിശ്വാസം വന്നു. കാരണം തുടക്കത്തിലൊക്കെ പലരും പല സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ നിരുത്സാഹപ്പെടുത്തിയത്, നിന്നെ പോലെ ഫീൽഡിൽ പണിയെടുക്കുന്നവർക്ക് ഒരു 5,000-ഓ 10,000-ഓ ഒക്കെ ആഴ്ച കിട്ടുമായിരിക്കും. ഒരിക്കലും നിന്നെ പോലെ ഇവിടെ ഫീൽഡിൽ പണിയെടുക്കുന്ന ആർക്കും 2,10,000 ആഴ്ച കിട്ടില്ല. അതൊക്കെ കിട്ടണമെങ്കിൽ നിന്നെ മോട്ടിവേറ്റ് ചെയ്ത് വിടുന്ന ലീഡർമാർക്ക് മാത്രമേ കിട്ടുള്ളൂ. നിന്നെ പോലെ ഫീൽഡിൽ പണിയെടുക്കുന്നവർക്ക് 5,000-ഓ 10,000-ഓ കിട്ടിയാലായി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാവരും കിട്ടില്ല എന്ന് പറഞ്ഞ തുക എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. കൂടുതൽ ആവേശത്തോടു കൂടി പ്രവർത്തിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ എന്നോടൊപ്പം വന്നവരും ആ വരുമാനം വാങ്ങാൻ തുടങ്ങി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 150ഓളം വ്യക്തികൾ ഒരു തവണയെങ്കിലും 2,10,000 വാങ്ങിച്ചവർ എന്നോടൊപ്പം ഇന്ന് എന്റെ ടീമിനകത്തുണ്ടെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ എനിക്ക് സാധിക്കും. 100 കണക്കിന് കാർ അച്ചീവേഴ്സ് ഇന്ന് എന്നോടൊപ്പം ഉണ്ട്. ഒരുപാട് വ്യക്തികൾ ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഈ ബിസിനസ്സുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയവരായിട്ടുണ്ട്. ഇന്ന് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് എല്ലാ ആഴ്ചയിലും 2,10,000 എന്ന തുക ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപക്ഷെ ആദ്യമായിട്ടൊരു ഉൽപ്പന്നം വിൽക്കാൻ ഉള്ള ആത്മവിശ്വാസം പോലും ഇല്ലാതിരുന്ന എനിക്ക് ഇന്ന് ഏതാണ്ട് 93 കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും അഭിമാനമുള്ളൊരു കാര്യമാണ്. നമ്മൾ മാത്രമല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതായത് എനിക്ക് പല കാറുകൾ വാങ്ങാൻ കഴിഞ്ഞു. ഞാൻ അതിനുശേഷം ഫോർച്യൂണർ വാങ്ങി. ഭാര്യയ്ക്ക് വേണ്ടി ഒരു നെക്സോൺ EV വാങ്ങി. ആ നെക്സോൺ EV വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാനായിട്ട് ഒരു ചെറിയ കാറ് വാങ്ങിച്ചു കൊടുത്താണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എന്നെ പോലെ നിങ്ങളെ പോലെ ഒരു അച്ചീവറായിട്ടുള്ള ആൾ എനിക്ക് ഭാര്യയ്ക്ക് സമ്മാനിക്കുമ്പോൾ ഒരു നെക്സോൺ കാറാണോ സമ്മാനിക്കുന്നത് എന്ന് പറഞ്ഞൊരു ഇൻസൾട്ട് ചെയ്തു. അതിന് ഞാൻ പകരം വീട്ടി കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ അവർക്ക് 72 ലക്ഷം രൂപ വരെയുള്ള ഒരു മിനി കൂപ്പർ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. ഇനി കുറച്ച്
ആളുകൾ വാങ്ങണമെന്നുണ്ട്. ഞാൻ കടവുമായിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. ഈ ബിസിനസ്സിൽ വന്നുകൊണ്ട് മാത്രം ഒരു 2-2.5 ഏക്കർ സ്ഥലം വാങ്ങിക്കാൻ കഴിഞ്ഞു. ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഷുറൻസും അങ്ങനെയുള്ള എല്ലാ പരിരക്ഷകളും സ്വന്തമാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ എല്ലാ ആഴ്ചയിലും ലഭിക്കുന്ന 2,10,000 തന്നെയാണ്. ഒരു വ്യക്തിക്ക് ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഗ്രോത്ത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കുക, ഗ്രോത്ത് ഉണ്ടാക്കുക എന്നൊക്കെ ചിന്തിക്കേണ്ടി വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതിലൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ മനുഷ്യരിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനേക്കാൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ലോകത്തിലില്ല. എല്ലാ ആഴ്ചയിലും 2,10,000 റിട്ടേൺസ് തരുന്ന ഏത് മേഖലയാണ് ലോകത്തിലുള്ളതെന്ന് നിങ്ങൾ ശക്തമായിട്ട് പഠിച്ചു നോക്കൂ. എനിക്ക് ഉറപ്പായിട്ടും പറയും, ഞാൻ കൃത്യമായ സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഗ്രോത്ത് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. വിദേശത്തൊക്കെ പോകാൻ വേണ്ടി അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളൊന്നും തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളിൽ പലതും അടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ കോഴിക്കോട് കക്കോളിയിൽ ഒരു വൺ സിറ്റി എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ ഞാനൊരു 2,40,00,000 ഒരു വില്ല സ്വന്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് വന്ന് താമസിച്ച് ബിസിനസ് കൂടുതൽ ശക്തമാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഏതായാലും. അതുപോലെ ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നിന്നപ്പോ എന്നോട് എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ചില ആളുകൾ തന്നെ കളിയാക്കി. ആദ്യമായിട്ട് സ്യൂട്ടൊക്കെ ഇട്ടപ്പോ എന്നോട് പറഞ്ഞു, നീ എന്തിനാ സ്യൂട്ടൊക്കെ ഇട്ട് നടക്കുന്നത്? നീ ആളുകളെ സ്യൂട്ട് ഇടുന്ന വലിയ ബിസിനസ്സുകാരെ കളിയാക്കുകയാണോ? ആരൊക്കെയാ സ്യൂട്ട് ഇടുന്നത്? ലോകത്ത് മുഴുവൻ ബിസിനസ്സിൽ ആളുകളല്ലേ സ്യൂട്ടൊക്കെ ഇട്ട് നടക്കുന്നത്. അദാനിയെ പോലുള്ള ആളുകൾ, യൂസഫ് അലി സാഹിബിനെ പോലുള്ള ആളുകളാണ് സ്യൂട്ട് ഇട്ട് നടക്കുന്നത്. നീയൊക്കെ എന്തിനാണ് സ്യൂട്ട് ഇടുന്നത്? ഇതൊക്കെ നാണക്കേടല്ലേ എന്ന് എന്നെ കളിയാക്കി. പക്ഷെ എനിക്ക് ലോകം മുഴുവനും ബിസിനസ് ആളുകളാണ് സ്യൂട്ടൊക്കെ ഇടുന്നതെങ്കിൽ ആ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് ഇന്ന് പറയാനുള്ളത്, ഞാൻ ഇന്ന് ലോകത്താകമാനം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനായിട്ട് മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എനിക്ക് സ്യൂട്ട് ഇടുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എന്റെ ടീമിനകത്തുള്ളവർ ലോകം മുഴുവനും ഇന്ന് ഉൽപ്പന്നങ്ങൾ അയക്കുന്നുണ്ട്. കാനഡയിലും അതുപോലെ ബ്രിട്ടനിലും ശ്രീലങ്കയിലും അതുപോലെ ജപ്പാനിലും മൗറീഷ്യസിലും അങ്ങനെ പല രാജ്യങ്ങളിൽ ഗൾഫ് കൺട്രീസിലെല്ലാം ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന ടീമായിട്ട് നമ്മുടെ ടീം മാറി വളർന്നു, അല്ലെങ്കിൽ ബിസിനസ് വളർന്നു, മൈലേജ് സ്റ്റൈൽ വളർന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അഭിമാനത്തോടുകൂടി ഇരിക്കാം. ഒരു തർക്കവും ഇല്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് ഒരു വ്യക്തിക്ക് മാത്രം നേട്ടം ഉണ്ടാകുന്നതല്ല. നമ്മൾ ഈ വളർച്ചയൊക്കെ ഉണ്ടായപ്പോ കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഇൻകം ടാക്സ് മാത്രം 13 ലക്ഷം രൂപയാണ്. 13 ലക്ഷം രൂപയാണ് ഇൻകം ടാക്സ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ലൈഫ് പദ്ധതിയിൽ ഒരു വീടിന് വേണ്ടി സർക്കാർ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 3 വീട് വെക്കാനുള്ള കാശ് നമ്മൾ ഇൻകം ടാക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെപ്പോലുള്ള ആളുകൾ ഒരു സ്വയം സംരംഭകരായാൽ അത് സർക്കാരിനും സമൂഹത്തിനും ഒക്കെ ഗുണമാണ്. നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് റോഡുകളും പാലങ്ങളും ഒക്കെ പണിയുന്നതെന്ന് തിരിച്ചറിയുക. അതേപോലെ GST പേ ചെയ്യുന്നത് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതേപോലെ നമ്മളോടൊപ്പം വന്ന വ്യക്തികൾ, അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം വലിയ മാറ്റങ്ങൾ ഉണ്ടായി. എനിക്ക് ഉറപ്പുണ്ട് പല വ്യക്തികളും അവരുടെ ജീവിതത്തിലേക്ക് പല ലക്ഷറികളും ആഡ് ചെയ്തത് മൈ ലൈഫ് സ്റ്റൈലിൽ വന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പൊ സമൂഹത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന മാറ്റം, മൈ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുന്ന മാറ്റം, മൈ ലൈഫ് സ്റ്റൈലിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വ്യക്തികളും ടീമും ഒക്കെ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയടിക്ക് വിവരിക്കാൻ കഴിയുന്നതല്ല. അത് വലിയൊരു മാറ്റമാണ്. യഥാർത്ഥത്തിൽ ഒരു വലിയ സാമൂഹിക പരിവർത്തനം ചെയ്യുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റുകളാണ് മൈ ലൈഫ് സ്റ്റൈൽ ആത്മാർത്ഥമായി ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തികളും എന്നുള്ളൊരു തർക്കവുമില്ല. ഇത് കൂടാതെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡീൽ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഒരു തരം ചുമ ഇറങ്ങിയിട്ടുണ്ട്. അത് വന്നാൽ പെട്ടെന്നൊന്നും പോയില്ല. നിങ്ങൾ പലരും ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാകും. ഇതെല്ലാം പലതരത്തിലുള്ള സൂക്ഷ്മ ജീവികളുടെ മ്യൂട്ടേഷനിലൂടെ വരുന്നതാണ്. ഒരുപക്ഷെ കോവിഡ് പോലെയുള്ള വൈറസുകളുടെ മ്യൂട്ടേഷനിലൂടെയൊക്കെ വരുന്ന കാര്യമായിരിക്കാം ഇത്തരം ചുമ പ്രശ്നങ്ങൾ. ഇതിനെല്ലാം തന്നെ രോഗപ്രതിരോധ ശേഷി വളരെ നിർബന്ധമാണ്. ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാനായിട്ട് ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ നിർണായകമായ പങ്കുവഹിക്കുന്നത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്.